പാപബന്ധനമെല്ലാം തകരും വചനമെന്നിൽ നിറയുമ്പോൾ. രോഗപീഠകളെല്ലാം അകലും ജീവനേകും വചനത്തിൽ. സത്യവചനം നിത്യവചനം മാറ്റമില്ലാത്ത വചനം. സത്യവചനം നിത്യവചനം മാറ്റമില്ലാത്ത വചനം. നിറയാം ദൈവകൃപയാ വളരാം വചന വഴിയേ. നമ്മുടെ ജീവമന്ന ഗ്രാൻഡ് ഫിനാലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മുട്ടം സിബിഗിരി ഇടവകാംഗങ്ങളായ കാർലോ മീവൽ എന്ന 2 കുട്ടികളെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ അവരുടെ ഇടവകയായ സിബിഗിരി പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അവരെ കാണാം, അവരോട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ ടീം ജീവമന്നയിലെ ആൾക്കാരെല്ലാവരും അവരെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാർലോ മീവൽ, നമ്മുടെ ജീവമന്നയ്ക്ക് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും കേട്ടോ. നമുക്ക് സെറ്റാക്കണം, പൊളിക്കണം. പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ജീവമന്ന മത്സരത്തിൽ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഇടവകയിലെ കാർലോയ്ക്കും മീവലിനും ഈ ഇടവകയുടെ പേരിലുള്ള എല്ലാ വിജയാശംസകളും നേരുകയാണ്. ഇടവകയിലെ ഏറ്റവും മിടുക്കരായ 2 കുട്ടികളാണിവർ. ഒരു വചനം പഠിക്കുകയും വിശ്വാസ പരിശീലന രംഗത്തും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും ഏറ്റവും മികച്ചു നിൽക്കുന്ന 2 വിദ്യാർത്ഥികളാണ്. അവർക്ക് 2 പേർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. രൂപതയുടെ ജീവമന്നയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപതയിൽ നിന്ന് അച്ഛന്മാർ വന്നതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതാണ് എൻ്റെ അമ്മ, ഇത് അമ്മയുടെ അപ്പനാണ്, ഇതെൻ്റെ അനിയത്തി. ഞങ്ങൾ 2 കൂടെയാണ് ജീവമന്നയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചത്. ഞങ്ങൾ 2 ടീമായിട്ട് പഠിച്ചത്. 26 നടക്കുന്ന ഫൈനലിലേക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവമന്നയുടെ ഫൈനൽ റൗണ്ടിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരുപാട് അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടോ? ഉണ്ടല്ലേ? ഇതിനകത്ത് ആരാ ഒരു മുൻകൈ എടുത്തത്? ആദ്യം ഇങ്ങനെ ഒരു സംഭവം പള്ളിയിൽ അനൗൺസ് ചെയ്തപ്പം നമുക്കിത് പഠിച്ചേക്കാം, ഇതിൻ്റെ അകത്തോട്ട് പോയേക്കാന്നൊക്കെ പറഞ്ഞ് താല്പര്യം എടുത്തത് ആരാ ആദ്യം? ചേട്ടനാണോ? ഓക്കെ. എന്നിട്ട് ചേട്ടൻ ടീമിന് വേണ്ടി ഒരാളെ നോക്കി നിന്നെ കൂടെ ചേർക്കുകയാണോ ചെയ്തത്? ഞങ്ങള് ഡിവൈഡ് ചെയ്ത് പഠിക്കുമായിരുന്നു. അതെ അല്ലേ? ഓഹോ. വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല പ്രോത്സാഹനം തന്നോ വീട്ടിലുള്ളവരൊക്കെ? അതെ അല്ലേ? മക്കൾ ഇതിനകത്ത് എത്തിയതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ശരിക്കും അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. വചനം ഹൃദയസ്ഥമാക്കാനും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനും ഇടയ്ക്ക് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നു, അങ്ങനെ പരസ്പരം ചോദിച്ചും ഒക്കെ. എന്താണെങ്കിലും ദൈവം അനുഗ്രഹിച്ചു. വളരെ സന്തോഷം. ഇപ്പോൾ പഠിക്കുന്നതിനിടയ്ക്കുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ വചനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കണക്ഷൻ തോന്നുമല്ലോ. നമ്മുടെ ഈശോയോടാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു കണക്ഷൻ തോന്നും. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫ്രണ്ടിനെ പോലെ ഉള്ളൊരു ഈശോന്റെ കൃപ കൊണ്ടാണ് പഠിക്കാൻ പറ്റിയത്. മൊത്തം ഇങ്ങനെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വന്നാലും ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു തരുമായിരുന്നു. ഇങ്ങനെ പഠിക്കുക, ഇങ്ങനെ പഠിക്കുന്ന, അങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ. കുട്ടികളായ നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളോട് വചനം പഠിക്കുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വചനം നമ്മൾ ഈശോന്റെ പിള്ളേരാകുമ്പോൾ നമ്മൾ വചനം അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് വചനം ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് വചനം ഭയങ്കര ഒരു പവറാണ് വചനത്തിന്. അതുകൊണ്ട് എല്ലാ കുട്ടികളും കുറേ വചനം പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്.